ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പരിസ്ഥിതിദിനം. ആദ്യത്തെ ചോദ്യം, എന്നാണ് വായനാ ദിനം? ഉത്തരം ജൂൺ 19. അടുത്ത ചോദ്യം, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. അടുത്ത ചോദ്യം, ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. അടുത്ത ചോദ്യം, PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ. അടുത്ത ചോദ്യം, PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലംപേരൂർ, ആലപ്പുഴ. അടുത്ത ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. അടുത്ത ചോദ്യം, PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? ഉത്തരം 2004 ജൂൺ 19. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂർ തുഞ്ചൻ പറമ്പ്, മലപ്പുറം ജില്ല. അടുത്ത ചോദ്യം, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആഘോഷിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെ. അടുത്ത ചോദ്യം, അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആര്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? ഉത്തരം സാഹിത്യലോകം. അടുത്ത ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളമാണ് കേരളത്തിൻ്റെ ഭരണഭാഷ. അടുത്ത ചോദ്യം, ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. അടുത്ത ചോദ്യം, ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ഉത്തരം ചെമ്മനം ചാക്കോ. അടുത്ത ചോദ്യം, നിർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. അടുത്ത ചോദ്യം ബോണസ് ചോദ്യമാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? എല്ലാവരും കമൻറ്റ് ചെയ്യണം. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.